ചേട്ടാ, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ജാമ്യമില്ല. സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് രാഹുൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഇത്രയും നാള് രാഹുലിനെ പൊതിഞ്ഞു പിടിച്ചാൽ രാഹുലിനെ സംരക്ഷിച്ച ഷാഫിക്കെതിരെയും എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഷാഫിക്കെതിരെ നടപടി വേണം, അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫിയാണ് രാഹുലിനെ യഥാർത്ഥത്തില് പൊന്തിച്ച് വിട്ട വ്യക്തി. അതായത് ഈ പറയുന്ന പത്തനംതിട്ടയിലെ ഒരു ഗ്രാമപ്രദേശത്തുണ്ടായിരുന്ന ഈ പറയുന്ന രാഹുലിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിച്ച്, പാലക്കാട് വേറെ നല്ല ആമ്പിള്ളേരില്ലാണ്ടൊന്നുമല്ല, അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് തനിക്ക് ശേഷം രാഹുലാണ് എല്ലാം എന്ന തരത്തിലേക്ക് വലിയൊരു ഒരു സന്ദേശം തന്നെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ പറയുന്ന രാഹുൽ ഇത്രമാത്രം ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇത്രമാത്രം സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഷാഫി ചേർത്ത് പിടിച്ച് കൂടെ നടക്കുകയും, അതായത് എന്താ പറയാ, ഒക്കച്ചങ്ങായിമാരോ അങ്ങനെ എന്തൊരു വാക്കുണ്ടെന്ന് തോന്നുന്നല്ലേ, കഴിഞ്ഞ ദിവസം മിൽമേന്റെ പരസ്യത്തിന്റെ കണ്ട പോലെ ഒക്കച്ചങ്ങായിമാർ എന്ന് പറയുന്ന രീതിയിലേക്ക്, കണ്ണൂർ ഒരു ഭാഷയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു സയാമിസ് ഇരട്ടകളെ പോലെ തന്നെ കൊണ്ടു നടന്ന രീതിയിലേക്ക് ആ രീതിയിൽ തന്നെ പോയിട്ടുള്ളതാണ് ഇവർ രണ്ടുപേരും. അപ്പൊ തീർച്ചയായിട്ടും രാഹുലിന് എതിരെ നടപടി വരികയാണെങ്കിൽ അതിന് ഒരു വലിയ ഉത്തരവാദിത്വം ഷാഫിക്കുമുണ്ട്. ഷാഫിക്കെതിരെ നടപടി അനിവാര്യമാണ്. അപ്പോ ഈ വിഷയത്തിനകത്ത് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമപ്രവർത്തനായിട്ടുള്ള രാജൻ ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിനകത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ രാജേട്ടന്റെ വാക്കുകൾ പ്രകാരം ഈ പറയുന്ന രാഹുലിന്റെ ട്യൂഷൻ മാസ്റ്ററാണ്, അല്ലെങ്കിൽ രാഹുൽ പഠിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഈ പറയുന്ന ഷാഫി. അപ്പൊ ഷാഫിനെ ഒരിക്കലും വെറുതെ വിടാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല ഈ മഹിളാ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഷാഹിനി അല്ലെ, ഷാഹിനി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ അനുസരിച്ച് ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിന് ഇത്തരത്തിൽ നടപടി അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശിച്ച് തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഷാഫിക്ക്. മുന്നറിയിപ്പ് കൊടുക്കുന്ന ഘട്ടത്തിൽ ഷാഫി അതിനെ പുച്ഛിച്ച് തള്ളുന്നത്. പുച്ഛിച്ച് തള്ളണമെങ്കിൽ ഷാഫിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം ഇത് സംബന്ധിച്ച്. അല്ലെങ്കിൽ ഷാഫിക്ക് അല്ലെങ്കിൽ രാഹുലിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ രാഹുലിന്റെ കയ്യിൽ എന്തോ ഒരു ചൂണ്ടയുണ്ട് ഷാഫിക്കെതിരെ, എന്നെ പ്രസിഡന്റ് ആക്കിയിട്ടില്ല, നിന്റെ കാര്യം ഞാൻ തീർക്കൂടാ എന്ന് പറയാൻ പറ്റുന്ന എന്തോ ഒരു സാധനം ഈ പറയുന്ന രാഹുലിന്റെ കയ്യിൽ ഉണ്ടെന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. അപ്പം ഈ ഷാഫി ഈ രാഹുലിനെ പൊതിഞ്ഞു പിടിച്ച് ചേർത്ത് പിടിച്ചിട്ടില്ല എങ്കിൽ രാഹുൽ ഷാഫിക്കെതിരെ എന്തോ ഒരു സാധനം വെളിപ്പെടുത്തും എന്നുള്ള ഒരു ധാരണ ഈ പറയുന്ന ഷാഫിക്കുള്ളത് കൊണ്ടാണ് ഷാഫി ചേർത്ത് പിടിച്ചത്. അതേ സമയത്ത് ചിലപ്പോൾ ഷാഫി ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ രാഹുൽ തനിക്കെതിരെ എന്തെങ്കിലും സാധനം എടുത്തു വെക്കുമെന്ന് ചിലപ്പോൾ ഷാഫി ചിന്തിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങനെ പറയാൻ കേട്ടോ. പക്ഷെ എന്തായാലും ഇവർ രണ്ടുപേരും നല്ല വില്ലന്മാരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടുപേരുടെ ഒരുമാതിരി ഒരു ചിരിയുണ്ട്, ഈ ആളുകളെ മയക്കുന്ന ഒരു ചിരി. ഈ ചിരിയുടെ അകത്താണ് പല പെമ്പിള്ളേരും വീണു പോകുന്നത്. ആ ചിരിയൊക്കെ കാണുന്ന സമയത്തെ ഈ പലരും വിചാരിച്ചു പോകുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണ്, നമ്മളെല്ലാം തന്നെ സുഹൃത്തുക്കളായി അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി കാണുന്ന തരത്തിലുള്ള ചിരിയാണ് എന്ന തരത്തിൽ പലരും വിചാരിച്ചു പോവുകയാണ്. പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു ഗോവിന്ദചാമിയാണെന്നുള്ള കാര്യം പലപ്പോഴും യൂത്ത് കോൺഗ്രസിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ അല്ലെങ്കിൽ പാലക്കാട്ടെ സാധാരണ ജനങ്ങള്, കേരളത്തിലെ സാധാരണ സ്ത്രീകള് മനസ്സിലാക്കിയിട്ടില്ല. ഈ പറയുന്ന ഈ രാഹുൽ ഓടി നടന്ന് പീഡിപ്പിക്കുമായിരുന്നത്, ഓടി നടന്ന് ആ പ്രായപൂർത്തിയാകണമെന്നില്ല, ഈ എന്താ പറയാ ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുള്ള 60 കാര്യം 65 കാര്യം ആണെന്നില്ല. ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സെക്സിൽ പെടുന്ന ഒരു വ്യക്തി ആണോ എന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ് വുമൻസിന് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാഹുൽ കൊണ്ടുപോയി. അല്പസമയം മുമ്പ് ഈ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു ട്രാൻസ് വുമൺ ഉണ്ട് കൊച്ചിയിലെ, ആ കുട്ടിയിട്ട പോസ്റ്റ് പറഞ്ഞ അന്ന് എന്നെ എല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു, ഇന്ന് സത്യം പുറത്തു വന്നില്ലേ, കോടതി പോലും കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്ന് പറഞ്ഞു. അതേപോലെ മാധ്യമപ്രവർത്തകയും ഒപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന റെഡി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരി തന്നെയായിട്ടുള്ള ഈ VD സതീശന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള വ്യക്തിയുടെ മകളായിട്ടുള്ള ഈ റെയ്നി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ പറഞ്ഞത് അവർ കുറച്ച് വികാരാതീതയായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. തന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചതും തനിക്കെതിരെ സൈബർ പുള്ളിക്ക് നടന്നിട്ടുള്ള സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറഞ്ഞത് തനിക്കെതിരെ അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ടായ ഘട്ടത്തിലും താൻ അതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാതിരുന്നതുകൊണ്ട് ഒരുപാട് പരാതിക്കാർക്ക് ആ ഒരു തന്റെ ശബ്ദം താങ്ങായി നിലനിന്നു എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇവിടെ രാഹുലിനെതിരെ ശബ്ദം ഉയർത്തുന്നവരെല്ലാവരെയും നമ്മുടെ കോൺഗ്രസ്സുകാരുടെ ഒരു പരിപാടിയാണോന്ന് അറിയില്ല, എല്ലാവരും മറ്റൊരു സരിത എന്നുള്ള രീതിക്കാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, അത്രയും അങ്ങേയറ്റം രീതിയിൽ വ്യക്തിത്വ അധിക്ഷേപം നടത്തുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിനകത്ത് കോൺഗ്രസിന് PR എടുത്തുള്ള കുറെ ചാനലുകളും ഇതിന്റെ പുറകിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടികളെ തേജോവധം ചെയ്ത്, അതായത് വെർബൽ റേപ്പ് എന്ന രീതിയിലേക്ക് സൈബർ ബുള്ളിങ്ങിലൂടെ വെർബൽ റേപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് പരാതിക്കാരികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകും. ഈ ഡിസംബർ 4 എന്ന് പറഞ്ഞ ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഡേറ്റിന് പ്രത്യേകത അറിയോ? ഈ പറയുന്ന പാലക്കാടും ചേലക്കരയിലും ബൈ ഇലക്ഷൻ നടന്നതിന് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഡിസംബർ 4
2024. അതേ ഡിസംബർ 4-ലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 2025 ഡിസംബർ 4-ന് രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ വരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു, ജാമ്യമില്ലാത്ത അവസ്ഥ വരുന്നു. ഇനിയിപ്പോ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സണ്ണി ജോസഫിന് എന്തായാലും നിർബന്ധപൂർവം ഈ പറയുന്ന എന്താ പറയാ ഇവരുടെ MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്ന് പറയുന്ന നടപടിയിലേക്ക് കടക്കണമെങ്കിൽ ഈ പറയുന്ന രാഹുലിനെ ഒന്ന് കണ്ടുകിട്ടണമല്ലോ. കേരള പോലീസ് തന്നെ വിചാരിച്ചിട്ട് കണ്ടുകിട്ടാൻ പറ്റത്തില്ല. അപ്പല്ലേ സണ്ണി ജോസഫ്. അപ്പൊ അങ്ങനെ കേൾക്കുന്ന ഘട്ടത്തില് ഈ പറയുന്ന സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് രാഹുലിന് രാജിവെക്കണം എന്നുള്ളത്. രാജിവെക്കുന്ന കാര്യം ചോദിച്ചപ്പോ രാജിവെക്കുന്നതാണ് നല്ലത് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തായാലും സണ്ണി ജോസഫ് തയ്യാറാണ്. സണ്ണി ജോസഫ് നല്ലൊരു വ്യക്തിയാട്ടോ. എന്തായാലും അധികം നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ടില്ല. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിലെ AICC ഒരു നിർദ്ദേശം വരട്ടെ, AICC നിലപാട് വരട്ടെ എന്ന് പറഞ്ഞു പോവുകയാണെങ്കിലും എന്തായാലും കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ തന്നെ അല്പസമയത്തുള്ള എനിക്കൊന്ന് ഒരു 5-10 മിനിറ്റുള്ളിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് എന്തായാലും KPCC ഓഫീസിന് ആസ്ഥാനത്തിന് മുമ്പിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ പെട്ടെന്ന് ചെല്ലുകയും പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം രാഹുലിന് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അനുമ, അതായത് ഏറ്റവും അടുത്തുള്ള കോടതിയിൽ ഓടിപ്പോയി കയറുക. അവിടെ പോയിട്ട് ഞാൻ ഇന്ന കേസിലെ ഇന്ന ഇതിനകത്ത് പ്രതിയാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ ഞാനിവിടെ കീഴടങ്ങി എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി പിന്നെ റിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ കസ്റ്റഡിയിൽ വാങ്ങുവാൻ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കേണ്ടയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതേ സമയത്ത് ഈ പറയുന്ന ഈ രാഹുലിനെ പോലീസ് നേരിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ കസ്റ്റഡിയിൽ 24 മണിക്കൂർ വെച്ച് ഇന്ററോഗേറ്റ് ചെയ്യാം. ഇന്ററോഗേറ്റ് ചെയ്യാം. അത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ രാഹുലിനോട് കേരള പോലീസിന് തനി സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ രാഹുല് ആദ്യം മുതൽ അവസാനം വരെ പിടിപ്പിച്ച എല്ലാ പെമ്പിള്ളേരും പേര് പറയും. പക്ഷെ ഒരു MLA ആയതുകൊണ്ട് അത്തരത്തിലുള്ള പരിഗണനയൊക്കെ കിട്ടുമോ എന്നുള്ള അറിയത്തില്ല. നമുക്ക് എന്തായാലും ഈ പോലീസുകാർക്കിടയിൽ നല്ലവരായ പോലീസുകാരുണ്ട്, കോൺഗ്രസ്സുകാരായ പോലീസുകാരുണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും ഈ പറയുന്ന രാഹുലിന്റെ മുന്നിൽ ആ കൂടി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഏറ്റവും അടുത്തുള്ള കോടതിയിൽ കീഴടങ്ങുക. ഇപ്പൊ സമയം 5 മണിയാകാനായി. ഇനിയിപ്പോ കോടതിയിൽ കീഴടങ്ങാതെ നേരെ ഏതെങ്കിലും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് പരമാവധി വനിതാ മജിസ്ട്രേറ്റ് ഇല്ലാ സ്ഥലത്ത് പോകുന്നതാണ് രാഹുലിന് നല്ലത്. ഇല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാര് ഈ വനിതാ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ 14 ദിവസമാണ് നോർമലി എടുത്തെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വനിതാ മജിസ്ട്രേറ്റിനും പേടിയാവും ഈ രാഹുലിനെ കൊണ്ടുവന്ന്. കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂണിന്റെ അകത്ത് കണ്ട പോലെ തന്നെ ഈ വനിതാ മജിസ്ട്രേറ്റിനെ മുന്നിലെ രാഹുലിനെ കീഴടങ്ങുകയാണ്. ഈ കീഴടക്കുന്ന സമയത്ത് രാഹുൽ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഈ എന്താ പറയാ തുറന്ന കോടതിയിലല്ല വാദം വേണ്ടത്, എനിക്ക് ക്ലോസ്, അതായത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊസീഡിംഗ് ഉണ്ട്. അതായത് എല്ലാം ഈ വക്കീലും ജഡ്ജിയും ഈ പറയുന്ന പ്രതി അല്ലെങ്കിൽ ഇവരാരും മാത്രം ഉണ്ടാവും. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് നമ്മൾ പറയാം. അങ്ങനെയുള്ള പ്രൊസീഡിങ്സ് വേണമെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ജഡ്ജി പറയുക, അയ്യോ ഞാൻ മാത്രമേ ഇവിടെ എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ രാഹുല് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള കോടതിയിൽ കീഴടങ്ങുക. ഇല്ലെങ്കിൽ നാളെ രാവിലെ വരെ പിടിച്ചു നിന്നിട്ട് ഏറ്റവും അടുത്ത് കാണുന്ന കോടതിയിൽ കീഴടക്കി കഴിഞ്ഞാൽ രാഹുലിന് പോലീസിന്റെ ഒരു നല്ല രീതിയിലുള്ള ചോദ്യം ചെയ്യലിന് വേണമെങ്കിൽ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ പോലീസിന് ഈ കേസിനകത്ത് ഒരു അപ്പർ ഹാൻഡ് വരും. പോലീസിന് ഈ അപ്പർ ഹാൻഡ് വന്നു കഴിഞ്ഞാൽ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ വരും. കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ വന്നതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഈ കോടതിക്ക് മുന്നിലായിട്ട് രാഹുലിനെ പ്രസന്റ് ചെയ്യേണ്ട അവസ്ഥ വരിക. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇതിനകത്ത് കസ്റ്റഡിയിൽ വാങ്ങും. ഈ പറയുന്ന ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം ഉള്ള തെളിവെടുപ്പ് ഉണ്ടാവും. നമ്മൾ പണ്ട് ദിലീപിനെയൊക്കെ കണ്ടിട്ടുള്ള രീതിയിലേക്കുള്ള തെളിവെടുപ്പ് ഉണ്ടാവും. അങ്ങനെ പോകുന്ന ഘട്ടത്തില് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. CPM-ഉം BJP-യും യുവമോർച്ചയും ഇതുപോലത്തെ യുവജന കക്ഷികളെല്ലാം തന്നെ പ്രതിഷേധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ രാഹുലിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത 2-3 ദിവസത്തേക്ക് കേരളത്തിലെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായിട്ട് പണ്ട് ദിലീപ് ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിനകത്ത് ഏത് തരത്തിലുള്ള ഒരു മാധ്യമ വിചാരണയാണോ നേരിട്ടിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഇതിലൊക്കെ തന്നെ കാര്യങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് 4-ാം തീയതിയാണ്. 5, 6, 7 3 ദിവസം കൂടി ഇനി ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ളൂ. അത് കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9-ാം തീയതി തെരഞ്ഞെടുപ്പായി ആദ്യഘട്ടം. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഈ കൊട്ടിക്കലാശം വരെയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്താ സബ്ജക്ട് എന്ന് പറയുന്നത് രാഹുൽ തന്നെയാകും. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് UDF-ന്റെ കേരളത്തിൽ എമ്പാടും നിൽക്കുന്ന ഏകദേശം 23,600 സംതിങ് വരുന്ന വാർഡുകളിൽ മൊത്തം നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അത്
ഒന്നടങ്കം ദോഷമായി തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും പ്രിന്റ് എഡീഷൻ എടുത്തു നോക്കിയാലും ഡിജിറ്റൽ എഡീഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓൺലൈൻ എഡീഷൻ നോക്കിയാലും എല്ലാത്തിലും രാഹുൽ മലമായിരിക്കും, രാഹുലിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കും, ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് വയ്ക്കും. എന്തായാലും LDF ഈ കാര്യം കൃത്യമായി നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വിഷയത്തിൽ വേറൊരു കാര്യം വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി വിഷയം അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിനെ പറ്റി ഇവിടെ ഒരു മനുഷ്യൻ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഇപ്പൊ ഈ രാഹുലിന് അവർക്ക് സൗകര്യപൂർവ്വം ആ ഒരു കാര്യം കൂടി തേച്ചു വായിക്കാനായിരുന്നു. ഇതിനൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർ കടക്കുപുറത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിന് UDF കൊണ്ടുവന്നിരുന്നു. 2 ദിവസം മുമ്പാണ് കൊണ്ടുവന്നത്. ഒരു ദിവസം വൈകിട്ട് ഒരു 5 മണിയോടെ കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലത്തും അവരെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്നിപ്പം ഏകദേശം ഒരു 3 മണിയോടുകൂടി 4 മണിയോടുകൂടി പുതിയൊരു ക്യാമ്പയിന് LDF എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലൈംഗിക പീഡന കേസിലെ പ്രതികൾ കടക്ക് പുറത്തുന്നു അങ്ങനെ എന്താ പറഞ്ഞിട്ട് സെയിം ഡിസൈൻ തന്നെ വെച്ചുകൊണ്ട് ആ യെല്ലോ ഡിസൈൻ്റെ അകത്ത് ഒരു റെഡും ബ്ലൂവും ഉള്ള ആ ഒരു ഇതിൽ വന്നിട്ടുള്ള ഡിസൈനിൽ പുതിയൊരു സാധനം ഈ പറയുന്ന ഇവർക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു പോസ്റ്റ് ഇപ്പൊ PP ദിവ്യയൊക്കെയാണ് ആദ്യം പോസ്റ്റ് ചെയ്തേക്കുന്നത്. അത് പോസ്റ്റ് ഇട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അടിയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് അപ്പൊ മുകേഷിന്റെ കാര്യമോ സഖാവേ എന്നൊരു ചോദ്യം അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് കഷ്ടകാലത്തിന്റെ സമയം തന്നെയാണ്.